അമ്മ മാതാവിന് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തിയ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ തുടങ്ങുകയാണ്. എൻ്റെ പേര് അഞ്ജു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. എല്ലാവരെയും പോലെ എനിക്ക് വിദേശത്ത് ജോലി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ബഹറിലേക്ക് വിസിറ്റിംഗ് വിസയായിട്ട് പോയ സമയത്ത് ബഹറിൽ ജോബ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും അമ്മയുടെ പ്രാർത്ഥനയും മാത്രമായിരുന്നു എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ജീവിതമെന്ന് പറഞ്ഞാൽ. ആ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് 5 ഇൻ്റർവ്യൂയോളം വന്നിരുന്നു. എല്ലാവരും പറഞ്ഞിരുന്നത് എല്ലാവരും ഇൻ്റർവ്യൂ പാസ്സാക്കി വിടുമെങ്കിലും പക്ഷേ എനിക്ക് ജോലി കിട്ടത്തില്ലായിരുന്നു, ജോബ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യത്തില്ലായിരുന്നു. 5ാമത്തെ ഇൻ്റർവ്യൂ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അത് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും യൂസ് ചെയ്തതിന് മാത്രമായിരുന്നു എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും തലേദിവസം ഞാൻ അമ്മയോട് അമ്മ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഈ പിറ്റേ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നതും. പിന്നീട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഉടമ്പടി ഉപ്പ് ഞാൻ ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ ഇട്ടിരുന്നു. ഉടമ്പടി തൈലം തേച്ചിട്ടാണ് പോകുന്നത്. കാശുരൂപം ഉപയോഗിച്ചിരുന്നു. പിന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഓറലും റിട്ടേണും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൂടുതലും പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ആഗ്രഹിച്ച് പഠിച്ച കാര്യങ്ങൾ മാത്രമായിരുന്നു അന്ന് എന്നോട് അമ്മ ചോദിച്ചിരുന്നത്. ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം ഞാൻ പ്രോസസ്സിങ്ങിന് വേണ്ടി നാട്ടിൽ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് അടുത്ത മാസം പിറ്റേ മാസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരികയും പിന്നീട് മെഡിക്കൽ ചെയ്യണമായിരുന്നു. മെഡിക്കൽ ചെയ്യാൻ ഞാൻ എറണാകുളത്ത് പോകുന്ന സമയത്ത് എനിക്ക് നല്ല ജലദോഷവും കഫമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുമോ എന്ന്. പക്ഷേ ഞാൻ മെഡിക്കേഷനൊന്നും എടുത്തിരുന്നില്ല. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും മാത്രമായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തണം മാത്രമായിരുന്നു എനിക്ക് പ്രാർത്ഥന. ഞാൻ ഈ സമയത്ത് മെഡിക്കൽ പാസ്സായി. അതും കൂടാതെ ഞാൻ ബഹറിലും മെഡിക്കൽ പാസ്സായത് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും മാത്രം ഉപയോഗിച്ചിട്ട് മാത്രമായിരുന്നു. പിന്നീട് ഞാൻ ബഹറിൽ തിരിച്ചു പോയതിന് ശേഷം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ബഹറിൻ എക്സാം ഭയങ്കര ടൈറ്റ് എക്സാമാണ്. ആ സമയത്ത് ഞാൻ ഒരുപാട് തവണ പ്രാർത്ഥിച്ചു. ആദ്യത്തെ എക്സാം ഫെയിലായിരുന്നു. പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് പിന്നീട് ഞാൻ രണ്ടാമത് ഫെയിലായ സമയത്ത് ഞാൻ ഒരുപാട് നിരാശപ്പെട്ടിരുന്നു. പക്ഷേ എനിക്കൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, അമ്മ മാതാവ് തന്നെ പ്രാർത്ഥിച്ച് കഴിയുമ്പം എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് എനിക്ക് മെഴുകുതിരിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ എക്സാം എഴുതാൻ പോയ സമയത്തും കാശുരൂപവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അമ്മ മാതാവ് ഞാൻ ടാക്സി കയറുന്ന സമയത്ത് ആ ടാക്സി ഡ്രൈവറിൻ്റെ ഉടുപ്പ് നീല കളറിലായിരുന്നു. പിന്നീട് എനിക്ക് എക്സാം ഹോളിൽ ചെന്നപ്പം ഒരു ഗ്രേ കളർ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കൂടെ കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എക്സാം റിസൾട്ട് അന്ന് തന്നെ വരേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ എക്സാം റിസൾട്ട് പിറ്റേ ദിവസമായിരുന്നു വന്നത്. ആ സമയത്ത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഓൾറെഡി ഉടമ്പടിയൊക്കെ എടുത്ത ഫ്രണ്ടാണ്. പുള്ളിക്കാരി എന്നെ വളരെയധികം ട്രെയിൻ ചെയ്തു. എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു. പാസ്സാവുമെന്ന് പറഞ്ഞു. ഞാൻ പാസ്സായി. പിറ്റേ ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കൂടിയതിന് ശേഷമാണ് പാസ്സായത്. കൂടിയതിന് ശേഷമാണ് അത് ഓപ്പൺ ചെയ്ത്. ഞാനൊരു 80% മാർക്കാണ് ചോദിച്ചത്. പക്ഷേ അമ്മ എനിക്ക് 82% മാർക്ക് തന്ന് എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് എന്നും കൂടാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി പത്രങ്ങളെല്ലാം ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കൂടാറുണ്ട്. ചാരിറ്റിയിൽ ഞാൻ പൈസ അയക്കാറുണ്ട്. പിന്നെ ആവശ്യമെന്ന് തോന്നുന്നവർക്ക് പൈസ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. സങ്കീർത്തനങ്ങൾ